മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങൾ കേട്ടിട്ട് നമ്മൾക്ക് അബദ്ധങ്ങൾ വന്നു ചേരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കൺസൾട്ട് ചെയ്യാൻ പോയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അനുഭവം, വേറൊരാളുടെ വാക്ക് കേട്ടിട്ട് വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാള് സൂപ്പർ മാർക്കറ്റ് ഇട്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കീലാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടായിരുന്നൊരു ജോലി അവസാനിപ്പിച്ചിട്ട് വേറൊരു സ്ഥാപനത്തിലേക്ക് വന്ന് കയറി സൂപ്പർ മാർക്കറ്റ് മേഖല വലിയ ലാഭം കിട്ടുന്ന ഒരു മേഖലയാണെന്ന് പ്രതീക്ഷിച്ചിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലുള്ളത്. മറ്റുള്ള ആളുകൾ പറഞ്ഞ് സ്ഥാപനം തുടങ്ങിയാൽ മതി, ക്രെഡിറ്റിന് സാധനങ്ങൾ നിങ്ങളെടുത്ത് ആൾക്കാർ കൊണ്ടുതരും, പിന്നെ അത് കിട്ടും ഇത് കിട്ടും റെന്റ് കിട്ടും. ഇതൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതൊക്കെ വലിയ വലിയ കമ്പനികളിലാണ്. ഒറ്റയടിക്കൊന്നും ആദ്യം സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആരും സാധനം ക്രെഡിറ്റിനൊന്നും തരൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെന്റ് വരാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു സ്റ്റൈലൊക്കെ വെച്ചിട്ട് ക്രെഡിറ്റ് കിട്ടാൻ വളരെ ചാൻസും കുറവാണ്. അപ്പോൾ മറ്റുള്ള ആളുടെ വാക്ക് കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥാപനം തുടങ്ങിയത്. ഉണ്ടായിരുന്നൊരു ജോലി അവസാനിപ്പിച്ച് ഇതിനകത്തേക്ക് വന്നു, പിന്നെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷെ അദ്ദേഹത്തിന് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിന്റെ പോസിറ്റീവ് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഇത്ര ഇൻകം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇത്ര വരുമാനം ഉണ്ടാവും, ഇത്ര കച്ചവടം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം എക്സ്പെൻസ് വരുന്നുണ്ട്. ആ ഒരു എക്സ്പെൻസ് ഈ പറയുന്ന കച്ചവടം വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മളുടെ സ്റ്റാഫിന്റെ ശമ്പളം നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മളെ റെന്റ് നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മളെ സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഇറക്കും? അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഇത് എങ്ങനെ റൺ ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട വേറൊരു കാര്യം. നേരെ മറിച്ച് പുതുതായിട്ട് ഈ മേഖലയിൽ വരുന്ന ആളുകൾ ഇതിന്റെ നല്ല വശങ്ങൾ മാത്രം കണ്ടുകൊണ്ട് 2 കണ്ണും പൂട്ടി അങ്ങോട്ട് തുടങ്ങും. മറ്റുള്ള ആളുകളുടെ ഉപദേശം കേൾക്കും, വലിയ രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്യും, വലിയ ബ്രാൻഡിങ് ഒക്കെ ചെയ്യും. അവസാനം അത് അടച്ചു പോകുന്ന ഗതിയിലേക്ക് എത്തും. നമ്മൾ എന്തൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അതിനെക്കുറിച്ച് ആദ്യം മാർക്കറ്റ് സ്റ്റഡി നടത്തണം. അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ എന്താണെന്നുള്ളത് അറിയണം, എങ്ങനെ അത് റൺ ചെയ്യുന്നുള്ളത് അറിയണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്യണം. കൃത്യമായി ഒരു വർഷത്തേക്കുള്ള പ്ലാനെങ്കിലും തയ്യാറാക്കി വെക്കണം. ഇതൊന്നറിയാതെ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനം പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റിനെ അത് ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അതല്ലെങ്കിൽ അത് റൺ ചെയ്യിക്കാനുള്ള മൂലധനം നമ്മുടെ കയ്യിലുണ്ടാവണം. ഇതിപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടൊരു അനുഭവം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ വെട്ടി വിഷമിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലത്തെ സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, വിളിക്കാം. ഇതുപോലുള്ള റീറ്റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.